ഇവിടെ ഒരു സ്കൂളിലെ പയ്യൻ മാത്സ് എക്സാമിൽ ഫെയിലാകുന്നു. അവൻ നേരെ ടീച്ചറുടെ അടുത്ത് വന്നിട്ട് ഞാൻ 2+2 22 എന്ന് കറക്റ്റായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്, പിന്നെന്തിനാണ് എന്നെ തോൽപ്പിച്ചതെന്ന് ചോദിക്കുന്നു. ടീച്ചറാണെങ്കിൽ 2+2 22 അല്ലെന്നും 2+2 4 ആണെന്നും പറഞ്ഞ് അവനെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത് ഒട്ടും തന്നെ സമ്മതിച്ചു തരുന്നില്ല. അടുത്ത ദിവസം അവൻ്റെ പാരൻസ് എല്ലാം ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇതിൻ്റെ പേരിൽ ടീച്ചറോട് തർക്കിച്ചിട്ട് പോകുന്നു. അതിനടുത്ത ദിവസമാണെങ്കിൽ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ തന്നെ നേരിട്ട് വന്ന് ആ ഒരു പാരൻസിനെയും കുട്ടിയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ആ ഒരു ടീച്ചറെ സ്കൂളിൽ നിന്നും അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത് വിടുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു പയ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടീച്ചർക്കെതിരായ സമരങ്ങൾ വരെ നടക്കാൻ തുടങ്ങുന്നു. രാത്രിയായ ന്യൂസ് ചാനലിലെല്ലാം ഈ ഒരു കാര്യം തന്നെയാണ് എപ്പോഴും ചർച്ച. കാര്യങ്ങൾ ഇത്രയും മോശമായതുകൊണ്ട് പ്രിൻസിപ്പൽ ആ ഒരു ടീച്ചറെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കാൻ തീരുമാനിക്കുകയാണ്. സോ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നതിന് മുമ്പായി ടീച്ചർക്ക് കൊടുക്കാനുള്ള അവസാന 2 മാസത്തെ സാലറി കൊടുക്കാനായി ടീച്ചറെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആക്ച്വലി ടീച്ചറുടെ ശമ്പളം ഒരു മാസത്തേക്ക് $2000 ആയിരിക്കും. സോ 2 മാസത്തെ സാലറിയായി 2000 ചേർത്ത് $4000 പ്രിൻസിപ്പൽ ടീച്ചർക്ക് കൊടുക്കുന്നു. എന്നാൽ ടീച്ചർ നിങ്ങളുടെ കണക്ക് പ്രകാരം 2+2 22 എന്നല്ലേ, അതുകൊണ്ട് എനിക്ക് 2000 ചേർത്ത് $22,000 സാലറി വേണമെന്ന് പറയുന്നു. അത് കേട്ട് ഷോക്കായ പ്രിൻസിപ്പൽ മീഡിയാസ് എല്ലാം നിൽക്കുന്നത് കൊണ്ട് വേറെ നിവർത്തിയൊന്നുമില്ലാതെ $22,000 ടീച്ചർക്ക് കൊടുക്കേണ്ടി വരുന്നു.